DTH സാലിഡ് കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഡിഷ് TV സ്മാർട്ട് പ്ലസ് ഒരു ആൻഡ്രോയിഡ് ബോക്സാണ്. ഫിഫ വേൾഡ് കപ്പ് 2026 അത് ഓപ്പൺ ആവാൻ ഏതാണ്ട് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് മുന്നോടിയായിട്ട് ഡിഷ് TVയിൽ ഏതെല്ലാം നമ്പറിലാണ് ഈ ചാനലുകൾ കിട്ടുന്നു എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പുതിയ സ്പോർട്സ് ചാനലാണ്. സി നെറ്റ്വർക്കിൻ്റെ ചാനലാണ്. 4 ചാനൽ ഡിഷ് TVയിൽ ആഡായിട്ടുണ്ട്. ചാനൽ നമ്പർ 670 ആണ്. വീഡിയോകോൺ ഉപയോഗിക്കുന്ന കസ്റ്റമർ ആയാലും ഇതേ സെയിം നമ്പർ തന്നെ, മാറ്റമൊന്നുമില്ല. വീഡിയോകോണിന് ഡിഷ് TV മേടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഡിഷ് TV എന്നാണ് അറിയപ്പെടുന്നത്. സാറ്റലൈറ്റും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ഡിഷ് TVയിലോട്ട്. വീഡിയോകോണിൻ്റെ സാറ്റലൈറ്റ് ഏതാണ്ട് ദിവസമൊക്കെ സ്റ്റോപ്പ് ആവും. ഫുൾ ഡിഷ് TVയിലോട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2026 തന്നെ ഏതാണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ ഏതാണ്ട് പൂർണ്ണമായിട്ടും ഡിഷ് TVയിലോട്ട് മാറുമെന്നാണ് കേട്ടറിവ്. അതല്ല ഇപ്പോൾ നമ്മുടെ വിഷയം എങ്ങനെ നമുക്ക് ഡിഷ് TVയിൽ ഫിഫ വേൾഡ് കപ്പ് 2026 ചാനൽ നമുക്ക് കാണാം. ഏതെല്ലാം ചാനലുകൾ നമുക്ക് കിട്ടും എന്നുള്ള ഒരു ചെറിയൊരു വിവരണമാണ് ഇവിടെ പറയാൻ പോകുന്നത്. 670 ആണ് ചാനൽ നമ്പർ. 670 നമ്മൾ 670 ഏത് 670 ഓപ്പണായി. 670 ആ ചാനല് പിക്ചർ ഇല്ലാത്തതാണ് ഓപ്പൺ ആവാത്തത്. 670 ചാനൽ യുണൈറ്റഡ് സ്പോർട്സ് 1 HD ആണ്. ആ ചാനലിൻ്റെ റെൻ്റ് എന്ന് പറഞ്ഞാൽ 9 രൂപയാണ്. അടുത്തത് 671 യുണൈറ്റഡ് സ്പോർട്സ് 1, അത് ചാനലിൻ്റെ നിരക്ക് 7 രൂപയാണ്. GST ഉൾപ്പെടെ 1 രൂപ 2 രൂപ കൂടെ മാറും. അടുത്ത ചാനൽ 671 യുണൈറ്റഡ് സ്പോർട്സ്, ആ ചാനലിൻ്റെ നിരക്ക് 7 രൂപയാണ്. അടുത്ത ചാനൽ 673 ഈ ചാനൽ ഓപ്പൺ ആണ്. ഇത് ഞാൻ ഓപ്പൺ ആക്കിയതാണ്, പേയ്മെൻറ്റ് കൊടുത്ത് ഓപ്പൺ ആക്കിയതാണ്. ഈ ചാനലിൻ്റെ നിരക്ക് 7 രൂപയാണ്. ഇപ്പോൾ താല്പര്യമുള്ളവർ ഈ ചാനൽ ആഡ് ചെയ്യുക. നിങ്ങളെ ഡിഷ് TVയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്നെ കയറി അറിയാവുന്നവർക്ക് ആഡ് ചെയ്യാം. ഇല്ലാത്തവർ എന്നെ വിളിക്കുക, കസ്റ്റമർ കെയർ വിളിക്കുകയോ ചെയ്യുക. അവർ ആഡ് ചെയ്യും. പേയ്മെൻറ്റ് വേണം. ആഡ് ചെയ്യുമ്പോൾ ഡിഷ് TVയുടെ അക്കൗണ്ടിൽ പേയ്മെൻറ്റ് വേണം. ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പേയ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നിലവിൽ നിങ്ങൾ എത്ര പ്ലാനാണ് ഉപയോഗിക്കുന്നത് ആ പ്ലാന് ഓൾറെഡി നിങ്ങൾക്ക് ഒരു മന്ത്ലി കറക്റ്റായിട്ട് പോകുന്നുവെങ്കിൽ അത് തന്നെ കിടക്കട്ട്. അല്ലെങ്കിൽ സെപ്പറേറ്റ് പൈസ ഒരു 50 രൂപ 100 രൂപ ഇട്ട് ഈ ചാനൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നല്ലൊരു സ്പോർട്സ് ചാനലാണ് സി നെറ്റ്വർക്കിൻ്റെ. പിന്നെ സാധാരണ ബോക്സിലും ഇത് അവൈലബിൾ ആണ്. സാധാരണ ബോക്സ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ആൻഡ്രോയിഡ് ബോക്സാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ഡിഷ് TVയുടെ നോർമൽ ബോക്സുകളുണ്ട്. ആ നമ്പർ സെയിം നമ്പറാണ്, മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ തോന്നും, ആൻഡ്രോയിഡ് ബോക്സിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാ ബോക്സിലും ഡിഷ് TVയുടെ എല്ലാ ബോക്സുകളിലും ഇത് അവൈലബിൾ ആണ്. പിന്നെ പുതിയ കണക്ഷൻ ആവശ്യമുള്ളവർ എന്നെ വിളിച്ചാൽ മതി. ഞാൻ ബോക്സ് മറ്റ് ജില്ലകൾ, തിരുവനന്തപുരം ഒഴിച്ച് മറ്റ് ജില്ലകൾ ബോക്സ് ഞാൻ കയറ്റിയാണ് വിടുന്നത്. കൊറിയർ ചാർജ് ഉൾപ്പെടെ അയച്ചു തന്ന ബോക്സിൻ്റെ എമൗണ്ടും കൂടെ അയച്ചു തന്ന ബോക്സ് ഞാൻ കയറ്റി വിട്ടു തരുന്നതാണ്. ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. അപ്പോൾ ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതാണ്. പിന്നെ തിരുവനന്തപുരം ജില്ലയിലുള്ളവർ ഞാൻ ഡിഷോട് കൂടി ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് കണക്ഷൻ ഞാൻ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ എന്നെ വിളിക്കാൻ കോൺടാക്ട് ചെയ്യുക. ഒരു വർഷത്തേക്ക് ഏതാണ്ട് ഇപ്പോൾ 3800 രൂപ വരെ 14 മാസം കിട്ടും. മലയാളം പാക്കേജ് ആണെങ്കിൽ 3800 രൂപയ്ക്ക് 14 മാസം വരെ ഡിഷ് TVയുടെ ഫുൾ കണക്ഷൻ വരെ ഇപ്പം കിട്ടും. പിന്നെ ബോക്സ് വിളിയാണെങ്കിൽ ഇപ്പം 3000 രൂപയാണ് എക്സ്ട്രാ റേറ്റ്. 14 മാസത്തേക്ക് 3000 രൂപയാണ് ബോക്സ് വിളി റേറ്റ്. ശരി, എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.